ഹലോ, വെൽക്കം ടു ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു വൈകുന്നേരം വീഡിയോ ആയിട്ടാണ് കേട്ടോ. വൈകുന്നേരം വ്ളോഗാണ്. ഒന്നുമില്ല, നമുക്കിന്ന് മധുരക്കിഴങ്ങ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണോ മധുരക്കിഴങ്ങ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടം മാത്രമല്ല, നല്ല ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ മധുരക്കിഴങ്ങ്. പക്ഷേ എല്ലാവർക്കും പറ്റില്ല എന്ന് തോന്നുന്നു, ഗ്യാസൊക്കെ കയറും തോന്നുന്നു. അപ്പോൾ ആവിയിലും പുഴുങ്ങാൻ, നമുക്ക് ഇങ്ങനെ വെള്ളത്തിലും പുഴുങ്ങാം കേട്ടോ. വെള്ളത്തിൽ പുഴുങ്ങുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കുറയുന്ന, പക്ഷേ ഞാൻ എളുപ്പത്തിന് ഇന്ന് കുക്കറിലാണ് കേട്ടോ പുഴുങ്ങുന്നത്. കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ച് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കാന്താരി ചമ്മന്തി അരയ്ക്കാം. ഇത് കാന്താരിയല്ല, നമ്മൾ കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചെറുള്ളിയും ഇച്ചിരി സവാളയും ചേർത്ത് കേട്ടോ. ചെറുള്ളിയും കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കാന്താരി പൊട്ടിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ കാന്താരി പൊട്ടിച്ചെന്ന് വരുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണോ മധുരക്കിഴങ്ങ്? നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലച്ചൂട്ടി അപ്പോഴത്തേക്കും കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. 6:30 കഴിഞ്ഞ് പോയി കേട്ടോ. ഇന്ന് ഞാൻ ഓരോരോ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ലേറ്റായിപ്പോയി. അപ്പോൾ ലച്ചുക്കുട്ടി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ ചേട്ടയ്ക്ക് ചായ വേണ്ടത് കട്ടൻ ചായയാണ്. എനിക്ക് പിള്ളേർക്കും പാൽ ചായ കേട്ടോ. ഞങ്ങൾ കട്ടൻ ചായ കുടിക്കും ഇല്ലെന്നല്ല. അപ്പം സച്ചോടിന് എപ്പോഴും പാൽ ചായ കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവനുണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കും കൂടെ ഉണ്ടാക്കും. ചേട്ടയ്ക്ക് പാലിൻ്റെ മണം പോലും അടുത്തൂടെ പോകാൻ പോലും പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി കട്ടൻ ചായയും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കഴിക്കാം. നിങ്ങളുടെ അവിടെ എന്തെന്നാ ഈ മധുരക്കിഴങ്ങിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പം അങ്ങനെ കാന്താരിമുളക് കൂട്ടി മധുരക്കിഴങ്ങ് കഴിക്കുന്നവർ എത്ര പേരുണ്ട്? നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരവും ഇച്ചിരി ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ചമ്മന്തിയിൽ ഇച്ചിരി പുളിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ചുമ്മാതെ പുഴുങ്ങി കഴിക്കുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ, ബൈ ബൈ, ഓക്കെ.